ഹായ്, നമുക്ക് ആദ്യം തന്നെ ബിസ്ക്കറ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാവേ. അതിന് നമുക്ക് മിക്സിയിലേക്ക് ആദ്യം ഇടാം. അടുത്ത പാക്കറ്റും കൂടെ ഇടാവേ. ഇനി നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നമ്മൾ നെക്സ്റ്റ് ഒരു പാക്കറ്റും കൂടെ എടുത്ത് അതിലേക്ക് ഇടുന്നുണ്ട് ബിസ്ക്കറ്റ്. ആദ്യമേ 2 പാക്കറ്റ് ഇട്ടു, അത് ക്രഷ് ചെയ്തെടുത്തു. പിന്നെ നെക്സ്റ്റ് വൺ, തേർഡ് വൺ ഇപ്പൊ ഇട്ടു. വേറെ ബൗളിലേക്ക് മാറ്റുവാണ്. ഇപ്പൊ നമ്മള് 3 പാക്കറ്റ് ക്രഷ് ചെയ്തായിരുന്നു. ആ 3 പാക്കറ്റ് ക്രഷറൊക്കെ കിട്ടിയ ബിസ്ക്കറ്റ് പൊടിയാണ്. നമുക്ക് നെക്സ്റ്റ് ആയിട്ട് കുറച്ച് ഷുഗർ ആഡ് ചെയ്യാവേ. ഇപ്പൊ ഞങ്ങളൊരു 2 സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓൾറെഡി ബിസ്ക്കറ്റ് കുറച്ച് ചോക്ലേറ്റ് ടേസ്റ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അധികം ഷുഗർ അങ്ങ് ആഡ് ചെയ്യുന്നില്ല. നമുക്ക് എന്തോരം ഷുഗർ വേണമെന്നുള്ള അനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം. കൂടുതൽ വേണമെന്ന് ഇഷ്ടമുള്ളവർക്ക് അതനുസരിച്ച് കൂടുതൽ ആഡ് ചെയ്യാം. നമ്മൾ ബേക്കിംഗ് പേപ്പർ കട്ട് ചെയ്യുവാണ്. അത് നമുക്ക് മറ്റേ ഇതിലേക്ക് വെക്കാനായിട്ട്, ട്രേയിലേക്ക് വെക്കാനായിട്ട് നമ്മൾ കട്ട് ചെയ്തോണ്ടിരിക്കുവാണ്. നമുക്ക് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബേക്കിംഗ് പേപ്പർ വെക്കാം. നമ്മളങ്ങനെ ഓയിലൊക്കെ ഒഴിച്ച് അതിന്റെ മുകളിലേക്ക് ബേക്കിംഗ് പേപ്പർ വെച്ച് ഇപ്പൊ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് മിൽക്ക് ഒഴിക്കാവേ. നമുക്ക് മിൽക്ക് കുറച്ച് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് ചെയ്യാം. ലൂസ് കൺസിസ്റ്റൻസി വരുന്നവരെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാവേ. നെക്സ്റ്റ് നമുക്ക് 1 സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്യാവേ. അത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്തു. നെക്സ്റ്റ് ബേക്കിംഗ് സോഡ, പിഞ്ച് ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് എഗെയിൻ നമുക്ക് മിക്സ് ചെയ്യാം. നമുക്ക് കുറച്ച് ചോക്കോ ചിപ്സ് ആഡ് ചെയ്ത് കൊടുക്കാവേ. എയർ ബബിൾസ് പോകാനായിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാവേ. കുറച്ച് നേരത്തേക്ക് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യുന്നുണ്ട്. ഹോൾ ഉണ്ടായിരുന്നു, നമ്മളത് ജസ്റ്റ് ഒരു പേപ്പർ വെച്ചൊന്ന് ക്ലോസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ബിരിയാണി പോട്ടിന്റെ അകത്തേക്കാണ് ഇത് വെക്കുന്നത്. ഒരു 30 മിനിറ്റ്സ് നമുക്ക് ഇത് ക്ലോസ് ചെയ്ത് വെക്കാം. ഫസ്റ്റ് 5 മിനിറ്റ്സ് നമുക്ക് ഹൈയിൽ ഇടാവേ. പിന്നെ നമുക്ക് സ്ലിമ്മിൽ ഇടാവേ. 30 മിനിറ്റ്സ് ആകാതെ നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കല്ലേ, ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കല്ലേ. 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് മാത്രമേ ഇത് ഓപ്പൺ ചെയ്യാവുള്ളൂ. കുത്തി നോക്കാവേ ഇത് അകത്ത് വെന്തിട്ടുണ്ടോന്ന്. കുറച്ചും കൂടെ ആകണേ. കുറച്ചേരം കൂടെ നമുക്ക് വെക്കാം. നല്ലപോലെ കുക്കായിട്ടുണ്ട്. നമുക്ക് ഇത് പുറത്തേക്ക് എടുത്ത് വെക്കാം. അപ്പൊ നമ്മൾ വേറെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെ മുകളിൽ ഭാഗത്ത് കുറച്ച് ക്രാക്ക് ഒക്കെ വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ടിലെ കുറച്ച് പോർഷൻ നമുക്ക്, അപ്പൊ ആ ഫ്രണ്ടിൽ ആ ലെയർ ചെറുതായിട്ടൊന്ന് തിന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. നെക്സ്റ്റ് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒഴിക്കാവേ. നമുക്ക് ഈ സ്പൂൺ വെച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് ചെയ്യാവേ. നെക്സ്റ്റ് കുറച്ച് ഗാർണിഷ് ചെയ്യാനായിട്ട് നമുക്ക് ചോക്കോ ചിപ്സ് ഇടാവേ. ലാസ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.